അസ്സലാമു അലൈക്കും. നാട്ടിൽ വന്നിട്ടുള്ള പിന്നെ വ്ളോഗാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. ഞങ്ങൾക്ക് പിന്നെ അറിയാലോ, ഞങ്ങൾ നാട്ടിലാണ്, ഞങ്ങൾക്കെല്ലാം അൽഹംദുലില്ലാ പരമ സുഖമാണ് കേട്ടോ. വേണ്ടേ ഇന്ന് വാപ്പാ നമ്മളെവിടെ പോവാ? ഇന്ന് വാപ്പാക്ക് ജോലിക്ക് വേണ്ടാത്ത ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കറങ്ങാൻ പോകണം. ഉമ്മാണെ സലാത്തയിലാണ് കേട്ടോ. ഉമ്മ യാത്രയിൽ എവിടോട്ട് പോയാലും പിന്നെ സലാത്ത് ഉമ്മ മിണ്ടത്തില്ല ബോട്ട് വരുന്നത് വരെ. അപ്പോൾ പിന്നെ ഇന്ന് ഉമ്മാക്ക് കാര്യം ഏത്തോണ്ട് ദൂരോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ പിന്നെ ഇവിടെ തിരുവനന്തപുരം കുറച്ച് ദൂരം ഉണ്ടല്ലേ, തിരുവനന്തപുരം വരെ. എന്നാലും അടുത്ത് കിടക്കുന്നത് തിരുവനന്തപുരമാണ് കേട്ടോ. എന്നാലും തിരുവനന്തപുരത്ത് ഞങ്ങൾ കാഴ്ച ബംഗ്ലാവും തിരുവനന്തപുരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഉമ്മായും വാപ്പായും കൊണ്ട് കാണിക്കാന്ന് എഴുതി കേട്ടോ. ഈ ഷർട്ട് കൊള്ളാവോ? ഈ ഷർട്ട് ആരോട് ചെന്നയാ? എന്റെ മോള് കഴിഞ്ഞ അവിടത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ചു കൊടുത്ത ഷർട്ടാട്ടെ. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ എന്റെ അടുത്ത് ഇതെടുത്തിട്ട് ഇത് കൊള്ളാന്ന് വെച്ച്. അവൻ ഏതിട്ടാലും ലുക്കാണ്, ഏതിട്ടാലും ഗ്ലാമർ അല്ലേ. ജീവിച്ചിരിക്കുമ്പോ ഒരു സ്നേഹവും സന്തോഷവും ഒരു നേരത്തെ ആ ഒരു പ്രശ്നം അങ്ങേറ്റം വരെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ വാപ്പായ എല്ലാരും വാപ്പായ ചോദിക്കാറുണ്ട് കേട്ടോ. എന്നെ എല്ലാവർക്കും അള്ളാഹു ആരോഗ്യം ആരോഗ്യം കിട്ടും. അപ്പൊ ഇങ്ങനെയാ. പിന്നെ നാട്ടിൽ വരുന്നെന്ന് പറയുമ്പോ എല്ലാരും ചോദിക്കും വാപ്പാടെ ഉമ്മാടെ വിശേഷങ്ങൾ കാണിക്കണേ കേട്ടോ. വാപ്പാടെ ഉമ്മാടെ വിശേഷങ്ങളാണ്. ഫ്രണ്ടില് ഷെവി അമാനും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അവർ ഫ്രണ്ടില് ഞങ്ങള് ബാക്കില്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 8 മണിക്ക് ഇറങ്ങണോ വിചാരിച്ചേട്ടെ. എവിടെ പോകണമെന്ന് ഇറങ്ങിയാലും താമസിച്ചാ 10 മണിയായി ഇപ്പൊ ഇറങ്ങിയപ്പം. റോഡെല്ലാം പിന്നെ എന്താ പറയാ, ഇത് ബ്ലോക്ക് ആയതുകൊണ്ട്, മീൻസ് വഴി റോഡ് പണി നടക്കുന്നതുകൊണ്ട് ബ്ലോക്കാ. വിട്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഇറങ്ങിയാൽ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് കണ്ടാൽ ഫുഡ് കഴിച്ചിട്ട് പോകണം. ഉമ്മ അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടല്ലോ. റെസ്റ്റോറൻറ്റ് നോക്കി അവസാനം നമ്മളാണെങ്കിൽ പിന്നെ ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് കഴിയുമ്പോഴത്തേന് പകുതി സമയം അങ്ങ് പോകും. കാരണം നമ്മളാണെങ്കിൽ 3 മണിക്കാണെങ്കിൽ ആദ്യം മ്യൂസിയത്തിൽ പോകണം. പിന്നെ 3 മണിക്കാണെങ്കിൽ നഗരക്കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട് കേട്ടോ. ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് കാണിക്കണം കേട്ടോ. അപ്പോൾ ആ ബസ്സിന് നമുക്ക് 3 മണിക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഈ മ്യൂസിയം കണ്ട് തീർക്കണം കേട്ടോ. കാരണം ഇത്രയും ദൂരം വരുന്നതാണ്. ഉമ്മാണോ എപ്പോഴും വരത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ കൂട്ടത്തൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അങ്ങനെ ഞാൻ മീലാണ് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും മീലാണ്, ചോറും കറികളുമാണ് എനിക്കിഷ്ടം. ഉമ്മായി ഞാൻ മീൽ വാങ്ങിച്ച്, അവരെല്ലാം മട്ടൻ ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീണ്ടും മ്യൂസിയത്തിലോട്ട് പോവാണ്. ഉമ്മായിക്കാണെങ്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മ്യൂസിയത്തിലാണെങ്കിൽ പിന്നെ ഒരുപാട് നടക്കാനുണ്ട്. ആദ്യമേ പറഞ്ഞ് ഞാൻ വരുന്നില്ലെന്ന്, പിന്നെ ഞാൻ വലിച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ എല്ലാവരോടും പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ മ്യൂസിയത്തിൽ ഒരുപാട് നടക്കാറുണ്ട്. ഉമ്മ പറഞ്ഞ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ, നിങ്ങൾ പോയിട്ട് വന്നോളാൻ പറഞ്ഞിട്ടോ. അങ്ങനെ ഉമ്മ അകത്ത് വന്നില്ല, ഞങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. അതിന് ഞാനും വാപ്പായും ഷെഫിയും അപ്പൂസും കൂടാണ് ഉള്ളിലെല്ലാം കയറി. കുറച്ച് നടന്നപ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കരമായ മഴ കേട്ടോ. ഇപ്പം മഴയുടെ ടൈമാണല്ലോ. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് കയറി നിന്ന് പിന്നെ മഴ തോന്നുന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടത് കേട്ടോ. ഇപ്പം ഒരുപാട് മൃഗങ്ങൾ അവിടെ ഇല്ല കേട്ടോ, ഒരുപാട് കുറവാണ്. പിന്നെ അബ്ദുള്ളയ്ക്ക് ആണെങ്കിൽ ഈ മങ്കയും ലയണിനെയൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. അവിടെ പിന്നെ അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് മെയിനായിട്ട് അവിടെ പോകുന്നത്. അങ്ങനെ അതെല്ലാം ഓടി കിടന്ന് പെട്ടെന്ന് നമ്മൾ കണ്ടിട്ട് പിന്നെ നമ്മൾ അടുത്ത ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് പോവാണ് കേട്ടോ. മറ്റേ ബസ്സിന് ഞാൻ പറഞ്ഞില്ലേ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ കാറ് നമ്മൾ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ ഉമ്മ താഴെ ഇരുന്ന് ഞങ്ങളെല്ലാം മുകളിൽ ഇരുന്ന് കേട്ടോ. മുകളിലിരിക്കുമ്പോൾ പക്ഷേ സൂക്ഷിക്കണം, കാരണം ഈ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കണ്ണിലും മുഖത്തൊക്കെ വന്നിടിക്കും കേട്ടോ. അങ്ങനെ ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് നമ്മൾ കണ്ടു കേട്ടോ. അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് കൊല്ലത്തോട്ട് വരുവാണ് കേട്ടോ. കൊല്ലത്തോട്ട് വന്നപ്പോഴത്തേക്കും നല്ല ട്രാഫിക് ജാമായിരുന്നു, ഒരുപാട് ലേറ്റായി. അതിനിടയ്ക്ക് കൂടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ 9:30 മണിയായി നമ്മളാണെങ്കിൽ കൊല്ലത്തെത്തിയപ്പോൾ. പിന്നെ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, പിന്നെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യേണ്ടേ ഉമ്മ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ കൊല്ലത്ത് പിന്നെ റമീസിൽ കയറിയിട്ട് ഫുഡെല്ലാം കഴിച്ച് പിന്നെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയായിരുന്നു നാട്ടിൽ വന്നിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു സർപ്രൈസ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും ചോദിച്ചു എന്താ സർപ്രൈസ് കേട്ടോ. ഭയങ്കര സർപ്രൈസാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ഞാൻ പറയാം. പിന്നെ അതെല്ലാം എഡിറ്റ് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് അപ്ലോഡിൽ അത് കൊടുക്കുക. അപ്പം എല്ലാവരുടെയും കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്.
നാട്ടിലായതുകൊണ്ടാണ് റിപ്ലൈ കൂടുതൽ കുറച്ച് ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പം സുഖവിവരങ്ങൾ അന്വേഷിച്ച എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. പാപ്പായോട് ഞാൻ പ്രത്യേകം എല്ലാവരുടെ കമൻറ്റുകളും കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പാപ്പ എല്ലാവരും തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം നമുക്ക് തിരിച്ചും വേണം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പം ടാറ്റാ.